അങ്ങ് നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എന്റെ പൊന്നു മക്കളെ, പക്ഷേ അതിനുശേഷം അങ്ങ് 2 പരിപാടി പങ്കെടുത്തു. അതിലൊന്ന് ലോസ് ഏഞ്ചൽസിൽ നടന്നൊരു പരിപാടിയാ. അതിനുശേഷം അങ്ങ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ. ആ പരിപാടിയെക്കുറിച്ചാണ് മാധു നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഏതാ കടയുടെ പേരെന്നറിയാമോ? ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. നല്ല മൊയ്താന്നല്ല. പ്രളയ സമാനമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കാപ്പിക്കടയുടെ ഉദ്ഘാടനത്തിന് പോയി എന്നൊക്കെയായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം നടത്തിയ വിമർശനം. പക്ഷേ ബൈമിയെ കോഫി ഒരു കാപ്പിക്കടയല്ല എന്നതാണ് ഫാക്ട്. ഓണത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പാറിയെത്തുന്നത് ഓണത്തുമ്പികളാണ്. അങ്ങനെ വരുന്ന ഓണത്തുമ്പികളെ വരെ ഇന്ന് ഓണമല്ല ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ചിരുന്നു നമ്മുടെ പ്രകാശൻ. അല്ലേ പ്രകാശ? TV അത് ചെക്ക് ചെയ്യുകയാണ്. ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് നേരിട്ട് സാമ്പത്തിക പിന്തുണ സ്വീകരിക്കാൻ സഹായിക്കുന്ന ഒരു ടെക് പ്ലാറ്റ്ഫോമാണ് ബൈ മീ എ കോഫി. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ദിവസം ഞാൻ കോഴിക്കോട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവിടെ ഒരു മനോഹരമായ ഒരു പേരും അവരുണ്ട്, ബൈ മീ എ കോഫി. ചില വാർത്തകൾ വന്നത് ഞാൻ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. എന്ത് ചെയ്യാൻ പറ്റും? കേട്ടോ ശോഭ, കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഒരു കാപ്പിക്കടയല്ല. ബൈ മീ എ കോഫി എന്നുള്ളത് ഒരു കോഫിയല്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഈ VIP മൂവ്മെൻറ്റിൻ്റെ രജിസ്റ്ററാണ് എനിക്ക് കിട്ടിയത്. ആ കിട്ടിയ സമയത്താണ് ഞാനത് പറഞ്ഞത്. അതിനു മുമ്പ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അപ്പോൾ നമ്മൾ ആ പേര് ബൈ മീ കോഫി എന്ന് കണ്ടപ്പോൾ അത് കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് തെറ്റിദ്ധരിച്ചത്. അത് കോഫി ഷോപ്പല്ല, ഞാൻ തിരുത്തുന്നു. എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി.